പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിതമായ മറ്റൊരു ചിന്തയിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 35-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം ഉൾപ്പെടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു. ഇത് ദൈവം നീതീകരണത്തിലൂടെ മോശയെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഇങ്ങനെയാണ് നാം വായിച്ചത്: നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആർ എന്ന് മോശയ്ക്കെതിരെ ശബ്ദമുയർത്തിയവർ കാണെ തന്നെ ദൈവം മോശയെ അധികാരിയാക്കി വെക്കുകയാണ്, വീണ്ടെടുപ്പുകാരനാക്കി വെക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഇന്നലത്തെ നിന്റെ ജീവിത സാഹചര്യത്തെ നോക്കി നിന്നെ തള്ളിപ്പറഞ്ഞവർ, നിന്നെ തള്ളിക്കളഞ്ഞവർ മുൻപിലുണ്ടായിരിക്കും, നിന്നെ കുറിച്ച് പരാതി പറഞ്ഞവർ മുൻപിലുണ്ടായിരിക്കും. എന്നാൽ ദൈവം നിന്റെ മേലിട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ വില അറിയത്തില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ഇന്നലകളിൽ നീ അപവാദം കേട്ട് കാണും, അപശ്രുതി കേട്ട് കാണും, ഒരുപക്ഷെ നിന്നെ കുറിച്ച് പരാതി പറഞ്ഞവരുണ്ടായിരിക്കാം. എന്നാൽ ദൈവം പറയുകയാണ്, അവർ പറഞ്ഞതല്ല ശരിയെന്ന് തിരുത്തുമാറ് ദൈവം നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ദൈവം നിന്റെ മേൽ ആരും കാണാതെ ഇട്ട ദൈവ നിയോഗത്തെ പരസ്യമായി ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി പോകുകയാണ്. ഇവിടെ ഇങ്ങനെയാണ് നാം വായിച്ചത്: ആമേൻ, ഹലോ, നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവും അധികാരിയുമാക്കി വെച്ചത് ആര് എന്ന ചോദ്യത്തിനകത്ത് ദൈവം പറയുക, ഞാനാണ് അവനെ ആക്കി വെച്ചത് എന്ന് തെളിയിക്കുന്ന ഒരു അടയാളം അവിടെ സംഭവിക്കുകയാണ്. മുൾപടർപ്പിൽ ആരുമില്ലാതിരിക്കെ, ആരും കാണാതിരിക്കെ ദൈവത്തിന്റെ നിയോഗം മോശയുടെ മേൽ വീഴുകയാണ്. ആമേൻ. മുൾപടർപ്പിൽ ഇന്ന് ഒരാളെ മുൻപിൽ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു അധികാരത്തിന്റെ കൈമാറ്റം ചെയ്യണമെങ്കിൽ പരസ്യപ്പെടുത്തി ആമേനൊക്കെ സാക്ഷികളെ നിർത്തി കാര്യാദികളെ ഏൽപ്പിക്കുമ്പോൾ, ഭരമേൽപ്പിക്കുമ്പോൾ, ഉത്തരവാദിത്തങ്ങൾ ഭരമേൽപ്പിക്കാൻ ജനങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ ഇവിടെ ആരും അറിയാതെ മുൾപടർപ്പിൽ അവന് മാത്രം പ്രത്യക്ഷമായ ദൈവിക ദൂതൻ, അവന് മാത്രം ഇറങ്ങി വന്ന ദൈവിക സാന്നിധ്യം, അവന് മാത്രം അഭിഷേകം ചെയ്യാൻ അവന് വേണ്ടി മാത്രം ഹോരേബിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോകുകയാണ്. ഇന്നലത്തെ പരാതികളുടെ പരിഭവങ്ങളുടെ മണ്ഡലങ്ങളെ ദൈവം ഇന്ന് പകലിൽ പൊളിക്കുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഇന്നലത്തെ നിന്റെ പരാതികളുടെ പരിഭവത്തിന്റെ സകല ശബ്ദങ്ങളെയും ദൈവാത്മാവ് ഇന്നിന്റെ ദൈവിക സാന്നിധ്യത്തിനകത്ത് അത് മാറിപ്പോകുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ വീണിരിക്കുന്ന സകല നെഗറ്റീവ് ശബ്ദങ്ങളെ ദൈവം ക്യാൻസൽ ചെയ്യുകയാണ്. ആരും അറിയാതെ മുൾപടർപ്പിൽ ആരും അറിയാതിരിക്കുമ്പോൾ, ആരും മോശയെ കാണാതിരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് മോശെ എന്ന് വിളിച്ച് അവനെ യോഗത്തിലേക്ക് കയറ്റിവിട്ടതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളെ തോടുന്ന പകലാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ട്? അവരുടെ മേൽ ഇന്ന് പകൽ ഒരു വലിയ അധികാരത്തിന്റെ കൈമാറ്റം ദൈവം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഒരുപക്ഷെ മോശയെ നിയോഗിച്ചാക്കിയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ആടുകളെ മാത്രം മേയിച്ചുകൊണ്ട് നടന്ന ഈ സിറ്റുവേഷന് നടുവിൽ മോശയെ ദൈവം വേർതിരിച്ച് ന്യായകർത്താവും അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അവരുടെ മധ്യത്തിൽ അയക്കുകയാണ്. അങ്ങനാണെങ്കിൽ നിന്നെ കുറിച്ച് പരാതി പറഞ്ഞവരുടെ ഇടയിൽ അഭിഷേകത്തോടെ നീയും ഞാനും നിൽക്കാൻ വേണ്ടി പോകുകയാണ്. അഭിഷേകത്തോടെ നമ്മെ ദൈവം ഉയർത്താൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കുന്നവരുടെ എല്ലാം ദൈവികമായ അധികാരത്തിന്റെ കൈമാറ്റങ്ങളെ കർത്താവ് ഇന്ന് പകല് ചെയ്യാൻ വേണ്ടി പോകുക. വിശ്വസിക്കുന്നവരെല്ലാം ഒരു നിമിഷം സ്തോത്രം പറഞ്ഞാട്ടെ. ആത്മാവ് നിങ്ങളുടെ മേൽ ദൈവ നിയോഗത്തെ കൈമാറുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഈ ദൂതൻ ഏറ്റെടുക്കുന്നവരുടെ മേൽ വലിയ അത്ഭുതങ്ങൾ നാളുകളിൽ സംഭവിക്കാൻ വേണ്ടി പോകുകയാണ്. അടുത്ത നിമിഷങ്ങളിൽ പരസ്യമായി ദൈവം അവരെ അധികാരിയാക്കി ന്യായകർത്താവാക്കി വെക്കുന്ന ഒരു ആത്മീയ മണ്ഡലം നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ചെയ്യുന്നു. അതെ, അങ്ങനൊരു സീസണിലേക്ക് നീയും ഞാൻ കടക്കാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെ ഒരു സീസണെ ദൈവം നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തും. അതിനായി കാത്തിരിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.